പ്രിയപ്പെട്ടവരെ, രവിൻ ആർട്ട് ആൻഡ് ലൈഫ് ഗൈഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. നിങ്ങളുടെ ആ പ്രിയപ്പെട്ട വ്യക്തിയൊന്ന് മനസ്സിൽ വിചാരിച്ച് ഒരു കാർഡ് സെലക്ട് ചെയ്ത്, അത് നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നവരായിക്കോട്ടെ, ഇപ്പോൾ പ്രണയത്തിലുള്ളവരാവട്ടെ, ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ, എക്സ്ട്രാ റിലേഷനുള്ളവരാവട്ടെ, ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവരാവട്ടെ, പ്രണയത്തിലായിട്ടുള്ളവരാവട്ടെ, നിങ്ങളുമായിട്ട് ഏത് തരത്തിലുള്ള റിലേഷനുള്ളവരാണെങ്കിലും അവരെക്കുറിച്ച് നന്നായിട്ടൊന്ന് ഒരു 3 ഡീപ്പ് മെഡിറ്റേഷൻ എടുത്തിട്ട് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. 1, 2, 3. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ജനറൽ വീഡിയോ ആണ്, അതിനാൽ തന്നെ ഫുള്ളി റെസിനേറ്റ് ആവുന്നില്ല. റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് മറ്റുള്ളതിനെ വിട്ട് കളയുക. ടൈംലെസ് വീഡിയോ. അതിനാൽ തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ എപ്പോഴാണോ ഈ വീഡിയോ എത്തിക്കുന്നത്, ഇന്നോ നാളെയോ മറ്റന്നാളോ, 1 മാസം കഴിഞ്ഞോ 1 വർഷം കഴിഞ്ഞോ, എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ നിമിഷം മുതൽ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്നതായിരിക്കും. മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് പേഴ്സണൽ വാട്സാപ്പ് നമ്പർ. റീഡിങ് ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ സ്പ്രെഡിലേക്ക് പോകാം. 1, 2, 3. അപ്പോൾ ഒന്നും കൂടി ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഒരു 3 ഡീപ്പ് മെഡിറ്റേഷനൊക്കെ ഒന്ന് എടുത്തിട്ട് സെലക്ഷനിൽ മാറ്റം വരുത്തുമെന്നുള്ള ഒന്നും കൂടി ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നാമത്തെ സെലക്ട് ചെയ്തവരുടെ ആ ഒരു തിങ്കിങ്ങിനെ കുറിച്ചും അവരുടെ ക്യാരക്ടറൊക്കെ പറയാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ അതിഗാഢമായിട്ടുള്ള സ്നേഹത്തിലായിരിക്കാം. ഇപ്പോൾ നിലവിൽ അതൊരു നോ കോൺടാക്ട്സിലേക്ക് ആയിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇൻ കേസ് നോ കോൺടാക്റ്റിലാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള അഗാഢമായിട്ടുള്ള പ്രണയം അതിശക്തമായി തന്നെ എപ്പോഴും മനസ്സിലുണ്ട്. നിങ്ങളെപ്പോഴും അവരുടെ ഒരു നല്ല പാതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിക്ക് തന്നെയാണ് അവരെപ്പോഴും മനസ്സിൽ നിങ്ങളെ കൊണ്ട് നടക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചവരായിരിക്കാം അവർ. ഇന്നിപ്പോൾ നോട്ട് കോൺടാക്ട്സിലാണ് എങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആ സമയം അതിശക്തമായിട്ടുള്ളൊരു പ്രണയം തന്നെയായിരുന്നു. നിങ്ങളെ സംബന്ധിച്ച് ഒരു പക്ഷേ ഈ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നിധിയാണ് അവരെന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോൾ സ്റ്റിൽ നിങ്ങളുമായിട്ട് പ്രണയത്തിലുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ആൾ നിങ്ങളെ ആ രീതിക്ക് തന്നെയാണ് കാണുന്നതെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്തായാലും പരസ്പരം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് പരസ്പരം സ്നേഹം കൈമാറാനും ആഘോഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാനും നിങ്ങളുടെ എല്ലാ സിറ്റുവേഷനിലും മനസ്സിലാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയായിരിക്കും ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ വ്യക്തികളെന്ന് നിസ്സംശയം പറയാം. ഇനിയിപ്പോൾ അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾ പിരിഞ്ഞു പോയതാണെന്നിരിക്കട്ടെ, ഇനിയിപ്പോൾ പിരിഞ്ഞു പോയതാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ ചതിച്ചു പോയവരാണെന്നിരിക്കട്ടെ, ചതിച്ചു പോയവരാണെങ്കിൽ പോലും അവർ ഈ സമയം നിങ്ങളെക്കുറിച്ച് ഗാഢമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർ നല്ല രീതിക്ക് തന്നെ ദുഃഖിക്കുന്നുണ്ടാവും. കാരണം ഈ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അത് അവരെ സംബന്ധിച്ച് വല്ലാത്തൊരു പെയിൻഫുള്ളായിരിക്കും. കാരണം ഏറ്റവും സന്തോഷത്തോടെ ഇരുന്ന ആ ഒരു ചിത്രം തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളെ വിട്ടുപോയിട്ടുള്ളവരാണെങ്കിലും അവർ ഒരിക്കലും നിങ്ങളെ മറന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെക്കുറിച്ച് ഗാഢമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്റ്റിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ ബന്ധം എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്. ഇതൊരു ദീർഘമായിട്ടുള്ളൊരു വീഡിയോ അല്ല, ഒരു ചെറിയ വീഡിയോ ആണ്. അതിനാൽ തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നാമത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരെ കുറിച്ച് പറയാം. ഈ കാർഡ് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ 3 കാർഡ് എടുത്ത് വെച്ചിട്ടുള്ളൂ. അതിൻ്റെ എന്ത് വരുന്നു അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് കാർഡാണ്. ആദ്യത്തെ കാർഡ് ഒരു പോസിറ്റീവ് കാർഡ് തന്നെയായിരുന്നു. ഇതിപ്പോൾ നിങ്ങളുമായിട്ട് സ്റ്റില്ലായിട്ടുള്ള പ്രണയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു വിവാഹമൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ അഫെയറിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ, നിലവിൽ സ്റ്റില്ലായിട്ട് പ്രോസസ്സിങ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ശക്തമായിട്ടുള്ളൊരു സ്നേഹമാണ്. അത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും തെളിഞ്ഞു വരുന്നുണ്ട്. ഈ കാമുകന്മാരാണ്, വിവാഹത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ നടക്കാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ ഒരു നോ കോൺടാക്ട്സിലേക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിലെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊരു വേറെ വിവാഹം കഴിഞ്ഞ് പോയിട്ടുള്ളവരാണെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ വളരെ ശക്തമായിട്ടുണ്ട്. ഇനി നിങ്ങളെ ചതിച്ചു പോയിട്ടുള്ളവരാണെങ്കിൽ പോലും അവർ ആ ചതിയുടെ ആഴം, ആ ഒരു ഡെപ്തൊക്കെ മനസ്സിലാക്കി
നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് അവർ ശക്തിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത്. ചിലരുടെയെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നുള്ളൊരു കാര്യമാണ്, ചിലവരുടെ ഈഗോ ഉണ്ട്. അതിനാൽ തന്നെ അവർ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ ഈഗോനെ അതിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ട് അവരിതൊന്നും പ്രവർത്തിക്കണം എന്നില്ല. എന്നിരുന്നാൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ശക്തമായിട്ടുള്ള ചിന്തകളുണ്ട്. ആ പഴയ സ്നേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ അവരുടെ മനസ്സിൽ വീണ്ടും വന്ന് കൂടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ പറയുമ്പോൾ ഇതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈഗോ ഒക്കെ എപ്പോഴും നല്ലതാണ്. പക്ഷേ സ്വന്തം സന്തോഷങ്ങൾക്ക് വിലങ്ങതടിയായിട്ട് നിൽക്കുന്ന ഈഗോ ഒക്കെ ഉള്ളവർ എടുത്തു മാറ്റുകയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അതായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ വ്യക്തിയും തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് നോ കോൺടാക്ട്സിൽ നിൽക്കുന്നതാണെങ്കിൽ പോലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അവർ നിങ്ങളുടെ DP ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനൊക്കെ മറ്റാരുടെയെങ്കിലും ഫോണിൽ നിന്നൊക്കെ അത് ചെക്ക് ചെയ്യുന്നുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ചിലരുടെയെങ്കിലും കാര്യത്തിൽ തീർച്ചയായിട്ടും എത്ര വലിയ നോ കോൺടാക്ട്സ് ആണെങ്കിൽ പോലും നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങൾക്ക് അവരുടെ ഒരു കോള് വരാനോ ഒരു മെസ്സേജ് വരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവൃത്തി അവരുടെ സൈഡിൽ നിന്ന് ഈ വളരെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. കാരണം അതിശക്തമായിട്ട് വേഗത്തിൽ വായിലൂടെ പോകുന്ന വടികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിനാൽ തന്നെ എന്തെങ്കിലും ഒരു ക്വിക്ക് ആക്ഷൻ, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു ക്വിക്ക് ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇനിയിപ്പോൾ പ്രണയത്തിൽ സ്റ്റിൽ നിൽക്കുന്നവരാണെങ്കിലും ഓർത്തോളുക, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു സമ്മാനമോ എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തോ, ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിരിക്കാം, എന്തോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ വ്യക്തികളെക്കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ ഇനി മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ വ്യക്തി എന്താണ്, അവരുടെ സ്വഭാവ സവിശേഷത എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ വ്യക്തി എന്ന് പറയുന്ന ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങളെ അല്പം ഭരിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കാം അവർ. നിലവിൽ നിങ്ങളോടൊപ്പം ആ വ്യക്തി ഉണ്ട് എങ്കിൽ നിങ്ങളിൽ അല്പം കൂടുതലായിട്ട് അവരുടെ ആശയങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മേലിൽ ഇത്തിരി അധികാരഭാവമൊക്കെ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ക്യൂനിൻ്റെ മൈൻഡൊക്കെയാണ്, വളരെ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ വ്യക്തി. അതായത് ഒരു കാര്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 100 വട്ടം ചിന്തിച്ച ശേഷം ഒരു തീരുമാനം എടുക്കുന്ന വ്യക്തിയായിരിക്കാം ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ. താൻ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും തെറ്റരുതെന്ന് വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കാം. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നോ കോൺടാക്ട്സിലാണ് നിലവിലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, പെട്ടെന്നൊന്നും അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. എന്നിരുന്നാലും സ്റ്റിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളോടുള്ള സ്നേഹവും അവരുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. പക്ഷേ അവരൊരിക്കലും അത് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാനൊന്നും അവരൊരിക്കലും തയ്യാറാവില്ല. കാരണം അവർ ക്യൂൻ്റെ എനർജിയിലാണ്. രാജ്ഞി എന്ന് പറയുമ്പോൾ അറിയാലോ, അത് ഞാനെന്നൊരു ഭാവം ഉണ്ടാവും, ഒരു ഈഗോ ആറ്റിറ്റ്യൂഡൊക്കെ ആയിരിക്കും അവരെന്തായാലും. പക്ഷേ സ്റ്റിൽ നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുമുണ്ടാവും. എങ്ങനെയൊക്കെയാണെങ്കിലും നല്ലൊരു വ്യക്തിയായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ നിങ്ങൾ പലവട്ടം കോണ്ടാക്ട് ചെയ്തിട്ടും നിങ്ങളെ മൈൻഡ് ചെയ്തില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ പോയി വീണ്ടും നാണം കെടരുത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്നിരുന്നാലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് സ്റ്റിൽ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അവരൊരിക്കലും നിങ്ങളുടെ മുന്നിൽ തല കുനിച്ച് തരാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയായിരിക്കില്ല. ഇനി അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ ഒപ്പം ഉള്ള വ്യക്തിയാണ് അതെങ്കിൽ ആ വ്യക്തിയുടെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണെന്ന് നോക്കുക. നിലവിൽ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ച് രമ്യതയിൽ പോകുന്നതായിരിക്കും ഈ ബന്ധം മുന്നോട്ട് പോകാൻ നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ വേഗത്തിലൊരു സ്പ്രെഡാണ് എടുത്തത്. നാളെ ഇപ്പോൾ വിശേഷ ദിവസമായതിനാൽ തന്നെ കുറച്ചധികം തിരക്കുകളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിൻ്റെ ഏത് കാർഡാണ് സെലക്ട് ചെയ്തത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നന്നായിരിക്കും. അതിനോടൊപ്പം തന്നെ ഏഞ്ചൽ നമ്പറായിട്ടുള്ള 111 കൂടി എഴുതി ചേർക്കുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് എങ്കിൽ ഈ ഏഞ്ചൽ നമ്പറുകളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. യൂണിവേഴ്സിൽ നിന്നുള്ള ഈ ഇൻഡ്യൂഷനൊക്കെ കൂടുതലായിട്ട് കിട്ടാൻ അത് നിങ്ങളെ ഒരു പക്ഷേ സഹായിച്ചേക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു കാര്യമൊക്കെ സംഭവിക്കാൻ പോകുന്നതൊക്കെ യൂണിവേഴ്സ് നമ്മളിലേക്ക് പെട്ടെന്ന് അയക്കുകയും നമുക്കത് ഡീകോഡ് ചെയ്യാനൊക്കെ പറ്റും. അത് ഇന്നങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ആ വ്യക്തി ഉണ്ടാവില്ല എന്നൊക്കെ തോന്നില്ലേ.
ഒരാളെ കാണാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനൊക്കെ സഹായിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.